PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രസ്താവന ചോദ്യങ്ങളുടെ 18ാമത്തെ സെറ്റാണ്. ഓൾറെഡി 17 സെറ്റിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ ക്ലാസ്സിൻ്റെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ 12 സെറ്റിൽ എങ്ങനെയാണ് ഇത്തരം പ്രസ്താവന ചോദ്യങ്ങൾ വന്നാൽ എലിമിനേഷൻ ടെക്നിക്കിലൂടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള ട്രെയിനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യത്തെ 12 സെറ്റ് കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ ഈ 18ാമത്തെ സെറ്റിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ കൊണ്ട് തന്നെയാണ് ആൻസർ ചെയ്യിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യത്തെ 12 സെറ്റ് കണ്ടിട്ടുള്ളവർക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യത്തെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ശരിയായ ജോഡികളാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ശരിയായ ജോഡികൾ എന്നുള്ളത് നമ്മൾ വരച്ചിടുന്നു. ശരിയായ ജോഡികൾ. അപ്പോൾ ഇവിടെ 4 ജോഡി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ജോഡി എന്ന് പറയുന്നത് ജോക്കിയാണ്. ജോക്കി കുതിരപ്പന്തയം എന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ജോഡി ജോക്കി കുതിരപ്പന്തയം എന്ന് കൊടുത്തിരിക്കുന്നു. ഇത് ശരിയാണോ അല്ലയോ എന്ന് നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ മാർക്ക് ചെയ്യുക. അടുത്തത് രണ്ടാമത്തെ ജോഡി ഡമ്മി ബ്രിഡ്ജ് എന്ന് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ജോഡി ഫുൾ ടോസ് ക്രിക്കറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ ജോഡി യോർക്കർ ഹോക്കി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജോക്കി കുതിരപ്പന്തയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഡമ്മി ബ്രിഡ്ജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഫുൾ ടോസ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, യോർക്കർ ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ജോഡിയിൽ ശരിയായ ജോഡിയുണ്ട്, അത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ ഈ കഴിഞ്ഞ തൊട്ടടുത്ത് 2-3 ദിവസത്തിന് മുമ്പ് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇതേ പുസ്തകത്തിലെ ഒരു ക്ലാസ് ഇട്ടിരുന്നു. ആ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് ഇത് എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ പറയുകയാണ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ഓപ്ഷനാണ്. അതായത് ആദ്യത്തെ 3 ജോഡികൾ 1, 2, 3 എന്ന ആദ്യത്തെ 3 ജോഡികൾ ശരിയാണ്. തെറ്റിപ്പോയത് 4ാമത്തെ ജോഡിയാണ്. 4ാമത്തെ ജോഡി തെറ്റിപ്പോകാൻ കാരണം യോർക്കർ എന്നുള്ളത് ഹോക്കിയിൽ വരുന്നതല്ല, ക്രിക്കറ്റിൽ വരുന്നതാണ്. അപ്പോൾ ക്രിക്കറ്റ് ഇപ്പോൾ IPL നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ക്രിക്കറ്റ് ആയിരുന്നു എങ്കിൽ അത് ശരിയാകുമായിരുന്നു. യോർക്കർ ക്രിക്കറ്റ് ആയിരുന്നു എങ്കിൽ ശരിയാകുമായിരുന്നു. അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക്. അടുത്ത രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടീം അംഗങ്ങളുടെ എണ്ണം 11 ആയ കായിക വിനോദങ്ങൾ ഏതെല്ലാം എന്നാണ്. ഫുട്ബോൾ ഉണ്ട്, ഐസ് ഹോക്കി ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ഹോക്കി ഉണ്ട്, റഗ്ബി ഉണ്ട്. ഇങ്ങനെ 5 സ്പോർട്സ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കളിക്കാരുടെ എണ്ണം 11 ആയിട്ടുള്ള കായിക വിനോദങ്ങൾ ഏതെല്ലാം എന്നാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച ഓപ്ഷൻ ഇതിലുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 134 ആണ്. 134 അത് നമുക്കറിയാമല്ലേ. ഇപ്പോൾ ഫുട്ബോളിൽ 11 പേരാണുള്ളത്, ക്രിക്കറ്റിൽ 11 പേരാണുള്ളത്, അതേപോലെ ഹോക്കിയിൽ 11 പേരാണുള്ളത്. 134 ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. അപ്പോൾ 2 ശരിയാക്കിയിട്ടുള്ളവർക്ക് 2 മാർക്ക് ലഭിക്കുകയാണ്. അടുത്തൊരു ചോദ്യം, മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ജോഡി കാനൻ ബില്യാർഡ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കിഡ്നി പഞ്ച് ബോക്സിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കോർണർ കിക്ക് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ചക്കർ ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ 4 ജോഡികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ശരിയായ ജോഡി നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ മൂന്നാമത്തെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 ആദ്യത്തെ 3 ജോഡി ശരിയാണ്, 4ാമത്തെ ജോഡിയാണ് തെറ്റിപ്പോയത്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ശരിയായ ജോഡി ഏതെന്നാണ്. അതിൻ്റെ ആൻസർ 1, 2, 3 ആണ്. ആദ്യത്തെ 3 ജോഡിയും ശരിയാണ്. 4ാമത്തേത് എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത്? ചക്കർ എന്ന് പറയുന്നത് ഇവിടെ ഹോക്കിയാണ് കൊടുത്തിട്ടുള്ളത്. ഹോക്കി അല്ല, പകരം പോളോ ആയിരുന്നെങ്കിൽ അതും ശരിയാകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. പോളോ ആയിരുന്നെങ്കിൽ ശരിയാകുമായിരുന്നു. അപ്പോൾ 1 മാർക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനും മാർക്ക് കിട്ടിയുള്ളവർക്ക് 3 മാർക്ക് ലഭിക്കുകയാണ്. അടുത്ത 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. നിങ്ങൾ സ്ഥിരം കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നവരെ എനിക്കറിയാം. അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ലെവൽ ഇവിടെ വരും. നിങ്ങളുടെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇവിടെ 2 പട്ടികകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പട്ടികയിൽ ചൈനാമാൻ, ഡ്യൂസ്, മാലറ്റ്, ഈഗിള് ഇങ്ങനെയുള്ള പദങ്ങൾ കൊടുത്തിരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട സ്പോർട്സ് ആണ്. ടെന്നീസ്, ക്രിക്കറ്റ്, ഗോൾഫ്, പോളോ എന്ന് കൊടുക്കുന്നത്. ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ചൈനാമാൻ എന്ന് പറയുന്നത് ടെന്നീസ്, ക്രിക്കറ്റ്, ഗോൾഫ്, പോളോ ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡ്യൂസ് അതേപോലെ ടെന്നീസ്, ക്രിക്കറ്റ്, ഗോൾഫ്, പോളോ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാലറ്റ് ടെന്നീസ്, ക്രിക്കറ്റ്, ഗോൾഫ്, പോളോ
ഈഗിള്, ടെന്നീസ്, ക്രിക്കറ്റ്, ഗോൾഫ്, പോളോ. ഇതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബി. ഇതെങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ടെക്നിക്ക് ഞാൻ പ്രസ്താവനാ ചോദ്യങ്ങൾ 1 മുതൽ 12, 11 വരെയുള്ള സെറ്റിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിൽ പട്ടികകൾ വന്നാൽ അതിൽ നിന്നും കണ്ടുപിടിക്കുക എന്നുള്ള ടെക്നിക്ക് അതിൽ പറയുന്നുണ്ട്, അതുകൂടി കാണുക. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ഈ പറയുന്ന ബി ആണ്. ബി ആണ്. അപ്പോൾ അത് ശരിയാക്കിയിട്ടുള്ളവർക്ക് 1 മാർക്ക് കൂടി ലഭിക്കുകയാണ്. ഇവിടെ ചൈനാമാൻ എന്ന പദം ചൈനാമാൻ ക്രിക്കറ്റിലാണ് ചൈനാമാൻ പറയുന്നത്. ചൈനാമാൻ ക്രിക്കറ്റ്. അതേപോലെ ഡ്യൂസ് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട പദമാണ്. ഡ്യൂസ്, ടെന്നീസ്, 2A, ഡ്യൂസ്, ടെന്നീസ്. പോളോ അല്ലെ, പോളോ, മാലറ്റ് പോളോയുമായി ബന്ധപ്പെട്ടതാണ്, മാലറ്റ്. അതേപോലെ ഈഗിള് ഗോൾഫുമായി ബന്ധപ്പെട്ട പദമാണ്, ഈഗിള് ഗോൾഫ്. ഓക്കെ, അപ്പോൾ അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 5ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ തന്നെയാണ് അടുത്തതിലും പറയുന്നത്. ഇവിടെ 1ാമത്തെ ജോഡി പറയുന്നു ദേശീയ ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് രഞ്ജി ട്രോഫി, ദേശീയ ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് BC റോയ് ട്രോഫി, ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സന്തോഷ് ട്രോഫി, ദേശീയ ഹോക്കി ചാമ്പ്യൻഷിപ്പ് സംബാങ്ങി ട്രോഫി. ഇങ്ങനെ 4 ജോഡികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായ ജോഡികൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഉണ്ട് അല്ലെ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ആൻസർ പറയാം. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ആദ്യത്തെ 3 ജോഡികൾ ശരിയാണ്. ആദ്യത്തെ 3 ജോഡികൾ ശരി, 1, 2, 3 ശരിയാണ്. 4ാമത്തെ ജോഡി തെറ്റിപ്പോയി. എന്തുകൊണ്ടാണ് തെറ്റിപ്പോയതെന്ന് ചോദിച്ചാൽ ദേശീയ ഹോക്കി ചാമ്പ്യൻഷിപ്പ് സംബാങ്ങി ട്രോഫി അല്ല, രംഗസാമി കപ്പാണ്. രംഗസാമി കപ്പ്. ആ സ്പോർട്സിന്റെ ക്ലാസ് കണ്ടവർക്ക് ഇത് കിട്ടും പെട്ടെന്ന് അല്ലേ, രംഗസാമി കപ്പ്. അപ്പോൾ 5 എണ്ണം ശരിയാക്കിയിട്ടുള്ളവർക്ക് 5 മാർക്ക് ലഭിക്കുന്നു. അടുത്ത 6ാമത്തെ ചോദ്യം നോക്കുക. ചേരുംപടി ചേർക്കുക. 2 പട്ടിക തന്നിട്ടുണ്ട്, 2 പട്ടിക. ഇത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊന്ന് രാധാമോഹൻ കപ്പ്, റൈഡർ കപ്പ്, ഹോപ്പ്മാൻ കപ്പ്, രംഗസ്വാമി കപ്പ് എന്നിങ്ങനെ 3-4 കപ്പ് അല്ലെ. അതുമായി ബന്ധപ്പെട്ട സ്പോർട്സ് ഗോൾഫ്, പോളോ, ഹോക്കി, ടെന്നീസ്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആൻസർ ഈ കാണുന്ന ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ശരിക്കും ഡി ആണ്. ഡി ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അത് ഡി ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. രാധാമോഹൻ കപ്പ് പോളോയുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. രാധാമോഹൻ കപ്പ് പോളോ. അതേപോലെ റൈഡർ കപ്പ് ഗോൾഫുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. റൈഡർ കപ്പ് ഗോൾഫുമായി ബന്ധപ്പെടുന്നു. ഹോപ്പ്മാൻ കപ്പ് ടെന്നീസുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അതേപോലെ രംഗസ്വാമി കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 6 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം കിട്ടിയവർക്ക് 6 മാർക്ക് കിട്ടിയിരിക്കുകയാണ്. അടുത്ത 7ാമത്തെ ചോദ്യമാണ്. 7ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. പട്ടിക 1ഉം പട്ടിക 2ഉം ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അതിൽ പട്ടിക 1ലെ 2 പോയിന്റ് നമ്മൾ വായിക്കാം. പട്ടിക അത് ഇപ്പം തന്നെ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. പട്ടിക 1ൽ പറയുന്നത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയ വ്യക്തി എന്ന് കൊടുത്തിട്ടുണ്ട്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി, ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയ വ്യക്തി. ഇനി 3ാമത്തെ ഒരു പട്ടിക 1ലെ 3ാമത്തെ പ്രസ്താവന നോക്കുക. 3ാമത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കായിക കേരളത്തിന്റെ പിതാവ്. അതുപോലെ 4ാമത്തേത് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ. ഇങ്ങനെ 4 പോയിന്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് പട്ടിക 2ൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പട്ടിക 1ലെ 1ാമത്തെ പോയിന്റ് വായിക്കാം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി, അത് ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. CK ലക്ഷ്മണൻ, OM നമ്പ്യാർ, മാനുവൽ ഫ്രെഡറിക്, ഗോദവർമ്മ രാജ, ഇതിലുണ്ടോ എന്ന് നോക്കുക. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. അടുത്ത 2ാമത്തെ ചോദ്യം, ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയ വ്യക്തി ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കുക. CK ലക്ഷ്മണൻ, OM നമ്പ്യാർ, മാനുവൽ ഫ്രെഡറിക്, ഗോദവർമ്മ രാജ. ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയ വ്യക്തി ഇതിലുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് 3ാമത്തേത് കായിക കേരളത്തിന്റെ പിതാവ് ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കുക. അടുത്ത 4ാമത്തെ ചോദ്യം, ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ, അതും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നിങ്ങൾ മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബി ഓപ്ഷനാണ്. അതായത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി 1A ആണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി 1
എ ആണ്. CK ലക്ഷ്മണനാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയ വ്യക്തി എന്നാണ്. അത് നമ്മുടെ OM നമ്പ്യാറാണ്. 2B ആണ് OM നമ്പ്യാർ. മൂന്നാമത്തേത് കായിക കേരളത്തിന്റെ പിതാവ് ഗോദവർമ്മ രാജയാണ്. പിന്നെ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ മാനുവൽ ഫ്രെഡറിക് ആണ്. ഇങ്ങനെ മാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ശരിയാക്കിയിട്ടുള്ളവർക്ക് അടുത്തൊരു മാർക്ക് കൂടി കിട്ടുകയാണ്. അടുത്ത 8ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ടാർജറ്റ് എന്നൊരു പദം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ബട്ടർഫ്ലൈ സ്ട്രോക്ക് നീന്തലുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ ഈഗിള് ഗോൾഫുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഗൂഗ്ലി ചെസ്സുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കുക, ഇതിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡിയായിട്ട് വരുന്നത് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ആൻസർ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. 8ാമത്തേതിൻ്റെ ആൻസർ ഇവിടെ ശരിക്കും ആൻസറായിട്ട് വരുന്നത് 1, 2, 3 ആണ്. ആദ്യത്തെ 3 ശരിയാണ്. ആദ്യത്തെ 3 ജോഡികൾ ശരിയാണ്. 4ാമത്തേത് തെറ്റിപ്പോയി. ഗൂഗ്ലി എന്ന് പറയുന്നത് ചെസ്സുമായിട്ടാണ്. ആക്ച്വലി ഗൂഗ്ലി എന്നൊരു പദം വരുന്നത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്രിക്കറ്റ്. അപ്പോൾ അടുത്തൊരു ഇത് നോക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം പട്ടിക 1ഉം പട്ടിക 2ഉം 2 പട്ടികകളുണ്ട്. ആ പട്ടിക മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, പട്ടിക 1ൽ പറയുന്ന കാര്യം നോക്കുക. ബേസ്ബോൾ, ടെന്നീസ്, ബോക്സിങ്, ഐസ് ഹോക്കി, ഇങ്ങനെ 4 കാര്യങ്ങൾ പറയുന്നു. പട്ടിക 2ൽ കോർട്ട്, ഡയമണ്ട്, റിങ് എന്ന് പറയുന്നു. അതായത് ഈ പറയുന്ന സ്പോർട്സ് ഐറ്റംസ് നടക്കുന്ന സ്ഥലങ്ങൾ. അതെവിടെയാണ് നടക്കുന്നത്? ഇപ്പോൾ ടെന്നീസ് നടക്കുന്ന ആ സ്ഥലം പറയുന്ന പേര്, അല്ലെങ്കിൽ ബേസ്ബോൾ നടക്കുന്ന ആ ഒരു കളിസ്ഥലം പറയുന്ന പേര്, ബോക്സിങ് നടക്കുന്ന കളിസ്ഥലം പറയുന്ന പേര്, അതാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്തുകൊണ്ട് നോക്കുക. ഇപ്പോൾ ബേസ്ബോൾ അല്ലേ, ബേസ്ബോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു എന്ന് നോക്കുക അല്ലേ. ബേസ്ബോൾ ഇവിടെ കോർട്ടുണ്ട്, ഡയമണ്ട് ഉണ്ട്, റിംഗ് ഉണ്ട്. അതേപോലെ ടെന്നീസിന് കോർട്ടുണ്ട്, ഡയമണ്ട് ഉണ്ട്, റിംഗ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയായിട്ടാണ് മാച്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് നോക്കുക. ഓക്കെ, നിങ്ങളുടെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് C ഓപ്ഷൻ ആണ്. സി ഓപ്ഷൻ. അതായത് പറയാം, ഇപ്പോൾ ബേസ്ബോൾ നടക്കുന്നത് ഡയമണ്ടിലാണ്. ബേസ്ബോൾ ഡയമണ്ട്. അതുപോലെ ടെന്നീസ് കോർട്ട് എന്ന് നമ്മൾ പറയാറുണ്ട്, അത് പെട്ടെന്ന് കിട്ടും. ടെന്നീസ് കോർട്ട്. ബോക്സിംഗ് റിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്, അതും കിട്ടും. ഐസ് ഹോക്കി റിംഗുമായിട്ടാണ് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഈ ഉത്തരത്തിലേക്ക് എത്താമെന്നുള്ള എലിമിനേഷൻ ടെക്നിക്ക് ശരിക്കും ആദ്യത്തെ പ്രസ്താവനാ ചോദ്യങ്ങൾ 12 സെറ്റ് പ്രസ്താവനാ ചോദ്യങ്ങൾ ഞാനത് പറയുന്നുണ്ട്. അതുകൂടി കണ്ടാൽ നിങ്ങൾക്കിത് എലിമിനേറ്റ് ചെയ്തെടുക്കാനുള്ള ടെക്നിക്ക് കൂടി പഠിക്കാൻ പറ്റും. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. 1ാമത്തെ പ്രസ്താവന നോക്കുക. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം KM ബീനമോൾ എന്ന് കൊടുത്തിരിക്കുന്നു. 2ാമത്തെ പ്രസ്താവന ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന മലയാളി കായിക താരമാണ് PT ഉഷ എന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അത്ലറ്റാണ് TC യോഹന്നാൻ എന്ന് പറയുന്നു. 4ാമത്തെ പ്രസ്താവന ഏഷ്യാഡിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ മലയാളി വനിതയാണ് ഏഞ്ചൽ മേരി എന്ന് പറയുന്നു. അല്ലേ? അപ്പോൾ ഇങ്ങനെ 4 പ്രസ്താവനകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ശരിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ആൻസർ ഈ കാണുന്ന ഓപ്ഷനിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ 10ാമത്തേതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്. അതായത് ഈ പറയുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ അടുത്ത 10 ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുള്ളവർക്ക് 10 മാർക്ക് ലഭിക്കുകയാണ്. അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 11ാമത്തെ ചോദ്യം ഇവിടെ പറയുന്നത് PT ഉഷയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞത് ആ സ്പോർട്സിൻ്റെ ക്ലാസ് എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. PT ഉഷയെക്കുറിച്ച് കുറേ അധികം ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ വന്നിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മിന്നു മണി, നജില CMC, ഇവരെയൊക്കെ ഞാൻ ആ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. HS പ്രണോയി, അപ്പോൾ ഇവരൊക്കെ നോക്കി വെക്കേണ്ട, മുരളി ശ്രീശങ്കർ, ഇവരൊക്കെ നോക്കി വെക്കേണ്ട വ്യക്തിത്വങ്ങൾ തന്നെയാണ് കേട്ടോ. ചോദ്യം വരും ഉറപ്പായിട്ടും. മിന്നുമണിയെക്കുറിച്ച് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ PT ഉഷയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. പ്രസ്താവനകൾ കണ്ടെത്തുക, കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ നോക്കുക. അപ്പോൾ 1ാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക. പത്മശ്രീ നേടിയ 2ാമത്തെ മലയാളി കായിക താരമാണെന്ന് പറയുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തത് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് PT ഉഷയ്ക്ക് സെക്കൻഡിൻ്റെ അംശ വ്യത്യാസത്തിൽ മെഡൽ നഷ്ടമായതെന്ന് പറയുന്നു. 3ാമത്തെ പ്രസ്താവന ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണെന്ന് പറയുന്നു.
നാലാമത്തെ പ്രസ്താവന PT ഉഷ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ആണ് മോസ്കോ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ 4 പ്രസ്താവനയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് A ഓപ്ഷനാണ്. അതായത് ഈ പറയുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. പത്മശ്രീ നേടിയ രണ്ടാമത്തെ മലയാളി കായിക താരം, ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സിൽ PT ഉഷയ്ക്ക് സെക്കൻഡിൻ്റെ അംശ വ്യത്യാസത്തിൽ മെഡൽ നഷ്ടപ്പെട്ടു, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത, PT ഉഷ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ആണ് മോസ്കോ ഒളിമ്പിക്സ് 1980 അല്ലേ? ഇത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ 11 ചോദ്യങ്ങൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടിയവർക്ക് 11 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ല, നിങ്ങളത് കമൻറ്റ് ചെയ്താൽ എനിക്കും കൂടി അത് അറിയാൻ പറ്റും. എത്ര പേർക്ക് എത്രത്തോളം റേഞ്ച് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ ഇത്രയും ക്ലാസ് എടുത്തിട്ട് അത് പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അടുത്തൊരു പോയിന്റ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർപേഴ്സൺ ആണ്. ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. മിക്കവാറും ജൂറി ചെയർപേഴ്സൻ്റെ ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യത 2022 ഗൗതം ഘോഷിനാണ്. ഗൗതം ഘോഷ് 2022 ജൂറി ചെയർപേഴ്സൺ, സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ ജൂറി ചെയർപേഴ്സൺ 2022 ഗൗതം ഘോഷാണ്. ഗൗതം ഘോഷ് 2021 സയ്യിദ് അക്തർ മിർസയായിരുന്നു. 2020 സുഹാസിനി മണിരത്നം, 2019 മധു അമ്പാട്ടായിരുന്നു. അപ്പോൾ 2022 തന്നെയാണ് എനിക്ക് ഒന്ന് ചോദിക്കാൻ കൂടുതൽ സാധ്യതയായിട്ട് ഞാൻ കാണുന്നത് 2022 ഗൗതം ഘോഷ്. എന്ന് വെച്ചാൽ മറ്റൊന്നും പഠിക്കേണ്ടെന്നല്ല, അത് പഠിക്കണം. അതിന് തൊട്ട് മുമ്പ് സയ്യിദ് അക്തർ മിർസ, അതിന് തൊട്ട് മുമ്പ് സുഹാസിനി മണിരത്നം, പിന്നെ മധു അമ്പാട്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രസ്താവന ചോദ്യങ്ങളുടെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ ഷെയറും ചെയ്താലേ ചാനൽ റേറ്റിംഗിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.